സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. മക്കളെ, ഒരു അടിപൊളി വീഡിയോ ആണ്, എല്ലാവരും മുഴുവൻ കാണണം. ഈ ഒരു വീഡിയോയില് നിങ്ങൾക്ക് ഒരു സമ്മാനം പറഞ്ഞിരുന്നു. 5 പേർക്ക് 600 രൂപ വില വരുന്ന പുസ്തകമാണ് കേട്ടോ. കിടിലനായിട്ട് നിങ്ങൾക്ക് 7000-ലധികം മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കേണ്ട ഒരു അവസരമുണ്ട്. ആ ഒരു പുതിയ പുസ്തകം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ അവസാനം 3 ചോദ്യം ചോദിക്കും. തൊട്ട് മുമ്പിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, ആ വീഡിയോയിലും 3 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ കമന്റ് ചെയ്യണേ 3 ചോദ്യങ്ങൾക്ക്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വർഷം 10th പ്രിലിംസ് എഴുതുന്നുണ്ടോ? ഇനി അടുത്ത വർഷം LDCക്ക് പഠിക്കുന്നവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നോക്കൂ, 10th ലെവൽ മെയിൻ എക്സാം, കമ്പനി ബോർഡ് LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര്, ബീവറേജ് LD ക്ലർക്കിന് പ്രിപ്പയർ ചെയ്യുന്നവര്, അവർക്ക് വേണ്ടിയിട്ട് 10th പ്രിലിംസ് 2026 ജൂലൈ 18 ആദ്യഘട്ടം നടക്കുകയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു 60 ദിവസം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിലബസ് എങ്ങനെ പഠിച്ചു തീർക്കാം, സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹോട്ട് ടോപ്പിക് എന്ന രൂപത്തിൽ ഏതെല്ലാമാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, അതോടൊപ്പം SCERT ഏത് ചാപ്റ്റർ നോക്കണം, മാത്സും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഡെയിലി പഠിക്കുക. ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ പറയുന്നത്. നമുക്ക് 7 ടോപ്പിക് ആയിട്ട് 70 മാർക്കിനെ തിരിക്കാം. 20 മാർക്ക് മാത്സും 10 മാർക്ക് കറണ്ട് അഫയേഴ്സുമാണ്. ബാക്കി നോക്കൂ, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ചരിത്രം, ഇങ്ങനെ 7 ആക്കി ഞാൻ തിരിച്ചു. ഇതിനകത്ത് ഇന്ത്യൻ ഭരണഘടന ഞാൻ ആദ്യം നോക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സിലബസ് കണ്ടോ നിങ്ങൾ? ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവ്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ചുകൂടി ആധികാരികമായിട്ട് എന്തൊക്കെയാണ് ഭരണഘടനയെ വെച്ചിട്ട് നമ്മുടെ റാങ്ക് ഫയൽ നോക്കി കൃത്യമായി പഠിക്കേണ്ടത്, അത് നിങ്ങൾ ഈ കാണുന്ന 20 ടോപ്പിക്ക് നന്നായി കവർ ചെയ്യുക. നോക്കൂ, ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് ഒരു 10-30 ചോദ്യങ്ങളെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ പഠിച്ചിരിക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ വിശദമായി തന്നെ നമ്മൾ SCERT ക്ലാസ് ഉൾപ്പെടെ എടുത്തു. ഇപ്പൊ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾക്കുള്ളിലുള്ള കാര്യങ്ങൾ, മറ്റു വസ്തുതകളെല്ലാം മൗലിക ചുമതല കഴിഞ്ഞ പ്രിലിംസിനൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ലിസ്റ്റുകളെ കുറിച്ച് ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടായിരുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, പിന്നെ നമ്മുടെ PSC തുടങ്ങിയ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ ഏതൊക്കെയാടാ? ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഇതിന്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലാണ് നൽകുക. ടെലഗ്രാം ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കട്ടോ. ഇനിയുള്ള 50 ദിവസം നിങ്ങൾ ഇത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. എല്ലാവർക്കും അറിയാം നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ അല്ലെ, ഗാനം, ഗീതം, ഇതെല്ലാം ഞാൻ പലപ്പോഴായിട്ട് കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ വർഷം ഒക്കെ കിടിലൻ ക്ലാസ്സുകൾ യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്. പുതുതായിട്ട് ഇനിയുള്ള 50 ദിവസം വീണ്ടും യൂട്യൂബിൽ ഇത് എടുക്കും. അപ്പൊ നമ്മുടെ പ്രിലിംസിന്റെ ക്ലാസ്സുകളൊക്കെ സൂപ്പർ ഫാസ്റ്റ് ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഗാനം, ഗീതമൊക്കെ നമ്മൾ ക്ലാസ് എടുക്കും. കൂടാതെ നിങ്ങൾ ഇത്രയും SCERT ചാപ്റ്റേഴ്സ് കൂടി ശ്രദ്ധിക്കണം. നോക്കൂ, 6ാം ക്ലാസ്സിലെ രാഷ്ട്രവും ഗവൺമെന്റും, ഭരണഘടനയ്ക്ക് ഒരു മുഖവുര, ഇതൊക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ അതിനകത്തുള്ളൂ. പക്ഷെ നമ്മളത് വായിച്ചിരിക്കണം കേട്ടല്ലോ. ഇതിന്റെയൊക്കെ ഷോർട്ട് നോട്ടായിട്ടുള്ള ക്ലാസ്സുകൾ SCERT എടുത്തു തരുന്നതാണ് കേട്ടോ. ഭരണഘടന വഴിയും വഴികാട്ടിയും നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, ഈ 2 ചാപ്റ്റർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ്. കാരണം ഇവിടെ നിന്നായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ഒരു 3-4 ചോദ്യങ്ങൾ ചോദിക്കുക, ഈ 2 ചാപ്റ്റർ കേട്ടോ. ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും, അധികാരം ജനങ്ങൾക്ക് 7ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് ഞാൻ ഒന്ന് പ്രധാനപ്പെട്ടതാണ് എടുത്തു പറയാത്തത്, ഇത്രയും ചാപ്റ്റേഴ്സ് നന്നായി നോക്കുക. വളരെ സമയം കുറവ് മതി ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ, വായിച്ചെടുക്കാൻ കേട്ടല്ലോ. അതോടൊപ്പം ഈ ടോപ്പിക്ക് ഞാൻ പറഞ്ഞ ഓരോ ടോപ്പിക്കും ഒരു 10-30 ചോദ്യങ്ങൾ ചോദിച്ചാൽ സിമ്പിൾ ചോദ്യങ്ങൾ കിട്ടുമോ നോക്കുക. അങ്ങനെ നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ. ഇനി 60-50 ദിവസം ഉണ്ട്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് വാങ്ങാൻ പറ്റും. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പഠിക്കണം. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കി ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് പരീക്ഷകൾ എഴുതി പഠിക്കാൻ പറ്റണം. ഇതെല്ലാം ക്ലാസ് ഇപ്പൊ ലൈവിൽ വന്നുകൊണ്ട് നിങ്ങളൊരു മെന്റർ എന്ന രൂപത്തിൽ രാവിലെ മുതൽ രാത്രി വരെ ടെലഗ്രാം ത്രൂ ആയിരിക്കും ഓഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പൊ അതുപോലെ ഓഡിയോ ക്ലാസ്സുകളും വീഡിയോ ആണെങ്കിൽ യൂട്യൂബിലൂടെയൊക്കെ നൽകിക്കൊണ്ട് ഒരു ഫുൾ ടൈം മെന്റർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 10-60 ദിവസം നിങ്ങളുടെ കൂടെ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ബാച്ച് ഉണ്ട്. ആ
ബാച്ചിനകത്തേക്ക് വളരെ കുറച്ച് അഡ്മിഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയ് 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് തന്നെ ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 370 രൂപയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ 10th പ്രിലിംസിന്റെ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാം. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇതുപോലുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഇനി ഇന്ത്യൻ ചരിത്രം എടുക്കാം. ഇതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ പിള്ളേർ ചോദിച്ചു ഒരുമിച്ച് തരുമോ എല്ലാം കൂടി, അതുകൊണ്ടാണ് ഒരുമിച്ച് ചെയ്തത് കേട്ടോ. ഇന്ത്യൻ ചരിത്രം എടുക്കുകയാണെങ്കിൽ 57-ലെ കലാപം ഒട്ടുമിക്ക എല്ലാ പ്രിലിംസിനും ചോദ്യം വരുന്നതാണ്. കേട്ടല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഒട്ടുമിക്ക എല്ലാ പ്രിലിംസിനും ചോദ്യം വരുന്നതാണ്. ബംഗാൾ വിഭജനമാണെങ്കിലും, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ സാഹിത്യ മേഖല, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോരാട്ടങ്ങൾ. ഇപ്പൊ വൈസ്രോയിമാരൊന്നും ചോദ്യം അധികം വരില്ല, പക്ഷെ അപൂർവമായിട്ട് വരാറുണ്ട്. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാര്, രാഷ്ട്രപതിമാര് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യം എന്ന യുദ്ധങ്ങള് ചോദിച്ചിട്ടുണ്ട്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നിങ്ങൾ എന്റെ പിറകിൽ കാണില്ല. ഇവ രാജാറാം മോഹൻ റായ്, വിവേകാനന്ദൻ, നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാന്, സ്വാമി ദയാനന്ദ സരസ്വതി, ഇവരെ പോലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ. അപ്പൊ ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പം SCERT ആണ്. കാരണം SCERT ഞാൻ ഈ കൊടുത്തിരിക്കുന്ന 8ാം ക്ലാസ്സിലെ 2 ചാപ്റ്റേഴ്സ്, 10ാം ക്ലാസ്സിലെ 4 ചാപ്റ്റേഴ്സ്, ഈ 6 ചാപ്റ്റർ തന്നെ നിങ്ങൾ നന്നായി പഠിച്ചാൽ, ഈ കൊടുത്തിരിക്കുന്ന 20 നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കൊരു 7 മാർക്കൊക്കെ പക്കയായിട്ട് ഇതിനകത്ത് കിട്ടും. നോക്കൂ, ഈ പറയുന്ന 6 ചാപ്റ്റർ. അപ്പൊ ഇതൊക്കെ എവിടെ കിട്ടും? നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടാവേ പഴയ SCERT. നിങ്ങൾ ഓൾഡ് സ്ട്രൈക്കർ കോച്ചിങ് ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും സംസ്കാരവും ദേശീയതയും ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയൊക്കെ 5ഉം 6ഉം തവണ കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ചോദ്യങ്ങൾ പക്കായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് സെയിം ചാപ്റ്റേഴ്സ് ആട്ടോ. മുമ്പ് SCERT സെയിം ചാപ്റ്ററിൽ കുറച്ചധികം മാറ്റങ്ങളാണ് പുതിയ SCERT ഉള്ളത്. അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 10 മാർക്ക് പക്കായിട്ട് ഇന്ത്യൻ ചരിത്രം കിട്ടും. ക്ലിയർ ആണോ മക്കളെ? ഇനി 19 ദിവസം കൊണ്ട് കിട്ടില്ലേ? കിട്ടും. ഇനി ഇന്ത്യൻ ജോഗ്രഫി എടുത്ത് നോക്കിക്കേ, 10 മാർക്ക്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകള്, അതിർത്തികള്, അതിരുകളും ഊർജ മേഖലകളും ഒക്കെയാണല്ലോ അല്ലെ. അപ്പൊ അത്തരത്തില് ഇവിടെ നമ്മളത് കൃത്യമായിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഭൂപ്രകൃതി, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തര മഹാസമുദ്രം, ഹരിത വിപ്ലവം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന അല്ലെ. ഇന്ത്യയിലെ നദികൾ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗതാഗത മേഖല, ഇപ്പോ എന്താ പറയുക, ISRO കുറിച്ച് ചോദിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ എടുത്തു കൊടുത്തു. സംസ്ഥാനങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ടാവും. മുഴുവനും പഠിക്കാതെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം വായിച്ചു പോവുക. അതിന് ഏറ്റവും ബെസ്റ്റ് PYQ ആണ്. നോക്കൂ, ജോഗ്രഫിയിലേക്ക് വരുന്ന സമയത്ത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് നമ്മളിവിടെ ഉത്തര മഹാസമുദ്രം, ഉത്തര പർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി എന്ന് കൊടുത്തില്ലേ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ചാപ്റ്ററുകൾ, അതായത് വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, മണലാരണ്യത്തിലൂടെ ലോകത്തിന്റെ നെറുകയിൽ, നിങ്ങളെ എല്ലാവരും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ 9ാം ക്ലാസ്സിലെ 4 ചാപ്റ്റർ ഒന്ന് എടുത്തു തരുമോ? ഞാൻ പറയുന്നു, ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് ചാപ്റ്ററിനെ കുറിച്ചും എടുത്ത ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ഞാൻ പറയും. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം പ്രിലിംസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാപ്റ്റർ യൂട്യൂബിൽ ഇടണമെന്നാണ്. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾ പറയണം. കാരണം ഇത്രയും മൊത്തം നമ്മൾ പറയുന്നതിൽ ഏറ്റവും പ്രയാസമായിട്ട് പിള്ളേർക്ക് തോന്നുകയാണ്. കാരണം ഇതിന്റെ ഒരു ചാപ്റ്റർ ഞാൻ എടുത്തിരുന്നു. നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് കയറിയിട്ട് 9ാം ക്ലാസ് കയറുക. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ജോഗ്രഫിയിൽ നമ്മൾ പിടിക്കേണ്ടത്. ഇനി നമുക്ക് കേരള ജോഗ്രഫിയിലേക്ക് പോകാം. കേരള ജോഗ്രഫിയിലേക്ക് പോകുന്ന സമയത്ത് SCERT ഒന്നും അങ്ങനെ എടുത്തു പഠിക്കാനില്ല. അപ്പൊ ഈ പലർക്കും ഡൗട്ടാണ്, കേരള ജോഗ്രഫി ഈ 10 മാർക്കിന് എന്തൊക്കെയാണ്? മക്കളെ, ഇത് തന്നെ മതി. നിങ്ങൾ ഏതൊരു റാങ്ക് ഫയൽ മറച്ചിട്ട് കഴിഞ്ഞാലും അതിനകത്ത് കാണുന്ന ഇപ്പൊ ജില്ലകളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ ജില്ലകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ജില്ലയ്ക്ക് ഓരോ ജില്ല പഠിക്കുമ്പോഴും അവിടെ എന്ത് വരുന്നുണ്ട്? അവിടുത്തെ നദിയും കായലും അവിടുത്തെ കുന്നൊക്കെ വരുന്നില്ലേ. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന 15ഓളം കാര്യങ്ങൾ, ചുരങ്ങളൊക്കെ ഒരുപാട് റിപ്പീറ്റ് പ്രിലിംസിന് ചോദിച്ചു. അതുകൊണ്ടാണ് ചുരങ്ങൾ പറഞ്ഞത്. കായിക രംഗം, ഇപ്പൊ PT ഉഷ, ഷൈനി വിൽസൺ പോലെയുള്ള ആളുകളിലെ, അഞ്ജു ബോബി ജോർജ്, അങ്ങനെ അവരുടെ നേട്ടങ്ങളൊക്കെ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ SCERT ചാപ്റ്റേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ SCERT പരാമർശിക്കാതെ. SCERT ചോദ്യങ്ങൾ കേരള ജോഗ്രഫി ചോദിക്കാറില്ല. ഓക്കെ, അപ്പൊ കേരള ജോഗ്രഫി കഴിഞ്ഞ് ഇനി കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററി പറയുമ്പോൾ ഒരു എളുപ്പമായി വേണമെങ്കിൽ പറഞ്ഞുതരാം. സ്ട്രൈക്കർ കോച്ചിങ് എന്ന് പറഞ്ഞ നമ്മുടെ 2ാമത്തെ ചാനൽ ഉണ്ടല്ലോ, ആ 2ാമത്തെ ചാനലിൽ 2 വീഡിയോ, ഒരു 5 മണിക്കൂർ വീഡിയോ ആണ്. ഈ 5 മണിക്കൂർ ലൈവ് വീഡിയോയുടെ പ്രത്യേകത 2023-ലും 24-ലും 25-ലും പ്രിലിംസ് എഴുതിയ കൂട്ടുകാർക്ക് അറിയാം. ഇവരുടെ, നിങ്ങൾ ഈ പ്രിലിംസ് പേപ്പർ എടുത്തു നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുക. അതിനകത്ത് 10 ചോദ്യങ്ങൾ കേരള ഹിസ്റ്ററി ചോദിച്ചു. ഈ 3 വർഷം ചോദിച്ച എല്ലാ പ്രധാനപ്പെട്ട പ്രിലിംസ് എക്സാം 10th ലെവലാണേ, ഒരു 7-8 മാർക്ക് ഈ ഒരൊറ്റ ക്ലാസ് മാത്രമാണ്. അതായത് ഒരു പ്രിലിംസ് എക്സാമിന്റെ 10 ചോദ്യങ്ങളിൽ 8 ചോദ്യം ഈ ക്ലാസ്സിനാണ്. അടുത്ത പ്രിലിംസ് എക്സാം എടുത്തത് അതിൻ്റെ അകത്തുള്ള 8 ചോദ്യങ്ങൾ ഈ ക്ലാസ്സിനാണ്.
അടുത്ത പ്രിലിംസ് എടുത്ത് നോക്കുക, അതിനകത്തുള്ള 8 ചോദ്യങ്ങൾ ഈ ക്ലാസ്സാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അതായത് നിങ്ങൾ ഇനിയിപ്പോൾ 10th പ്രിലിംസ് എഴുതാൻ പോവുകയാണ്, നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയിൽ മാർക്ക് വേണമെങ്കിൽ, ഇത് ഞാൻ അതുകൊണ്ട് മാത്രം ഉൾപ്പെടുത്തിയാണ്. ഇതുപോലെ നമ്മൾ ഓരോ സബ്ജക്റ്റ് നോക്കൂ, കേരള ജോഗ്രഫി ആയിക്കോട്ടെ, ഇന്ത്യൻ ജോഗ്രഫി ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ മുമ്പെടുത്ത ക്ലാസ്സുകളുണ്ട്, മണിക്കൂറുകളുള്ള മാരത്തോൺ ക്ലാസ്സുകൾ. അതിൻ്റെ ഒന്നും ലിങ്ക് ഞാൻ തരുന്നില്ല, കാരണം അതൊന്നും ഉറപ്പ് പറയുന്നില്ല. പക്ഷെ ഈ ഒരു ചാപ്റ്ററിനെ അല്ലെങ്കിൽ SCERT ചാപ്റ്റർ വെച്ചുള്ള ഈ ഒരു ക്ലാസ്സിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഈ 2 ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിന്റെ PDF ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ടാവും, അതൊന്ന് ഫ്രീ ആയിട്ട്, ഒരുപാട് പേജ് PDF ആയിരിക്കും, എന്നാലും അതൊന്ന് വായിക്കുക കേട്ടോ. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന നവോത്ഥാന നായകന്മാർ ഞാൻ മാറ്റി എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് മാറ്റി എഴുതാത്തത്? ഇവിടെ ഓൾറെഡി അയ്യങ്കാളി, ചട്ടമ്പി, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരെ കുറിച്ച് പറഞ്ഞു. ഇവർ മാത്രം പോരാ, അക്കാമ ചെറിയാനെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാത്ത ആളുകൾ, ഇപ്പോൾ AKGയെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ പ്രിലിംസ് എക്സാമിന് ഇവരെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഓരോ ആളുകളും, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നവോത്ഥാന നായകന്മാർ നന്നായി പഠിക്കുക. 10 മാർക്കാണ് കേരള ചരിത്രം. നമുക്ക് പ്രധാനപ്പെട്ട അവരുടെ കൃതികൾ, അവരുമായി ബന്ധപ്പെട്ട വസ്തുതകളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ നിങ്ങൾ റാങ്ക് ഫയലൊക്കെ ആണെങ്കിൽ അത് വെച്ച് പഠിക്കുക കേട്ടല്ലോ. പിന്നെ ഞാൻ എന്തുകൊണ്ട് ലിസ്റ്റ് തന്നില്ല? എടാ മക്കളെ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ആറ്റിങ്ങൽ കലാപം, മലബാർ കലാപം, അല്ലെ, കുറിച്യ ലഹള, പഴശ്ശി, ഇങ്ങനെ ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ 10-50 എണ്ണം ഉണ്ടാവും. അതുകൊണ്ട് മാത്രം വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, കയ്യൂർ സമരം, കരിവള്ളൂർ സമരം, പുന്നപ്ര വയലാർ, അങ്ങനെ ഞാൻ ലിസ്റ്റ് ആക്കണ്ടല്ലോ, വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റ് ആക്കാത്തത്. നമുക്ക് 10 മാർക്ക് ചരിത്രത്തിലെ ഈ സമരങ്ങളിൽ നിന്ന് തന്നെയാണ് ചോദ്യം വരാറ്. അപ്പൊ അത് പഠിക്കുക. കൂടാതെ SCERTയിലെ 6ാം ക്ലാസ്സിലെ ദക്ഷിണേന്ത്യൻ ചരിത്രം, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ചാപ്റ്ററാണ്. പലപ്പോഴും പലരും പറയാറില്ല. ഈ ചാപ്റ്ററിനകത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ പോയിന്റ് ഉണ്ട്. ഇപ്പൊ തിണകളുമായി ബന്ധപ്പെട്ട അന്ധകാലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അകത്തുണ്ട്. അതിലൊക്കെ ചോദ്യം വരാറുണ്ട്. അനീതി നിന്ന് നീതിയിലേക്ക് കുറച്ച് കാര്യങ്ങൾ, ചരിത്രത്തിന്റെ ആധാരശിലകൾ കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ യൂട്യൂബിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെയൊക്കെയുള്ള നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന കേരളത്തിന്റെ സംസ്കാര ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിനകത്തുണ്ട്. ദേശീയ പ്രസ്ഥാനവും കേരളവും, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ കേട്ടോ. 8ാം ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് മാർക്ക് പക്കയായിട്ട് കിട്ടും. ഉറപ്പായിട്ട് ആ ചാപ്റ്ററിന് മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് പോലെ. അപ്പൊ നിങ്ങൾ കേരള ചാപ്റ്ററിന് 10 മാർക്ക് സെറ്റായി. ഇനി നാച്ചുറൽ സയൻസിലേക്ക് വരാം. നാച്ചുറൽ സയൻസ് ഞാൻ മാറ്റി എഴുതിയത്, ഇപ്പൊ മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെ കുറിച്ചും ചോദ്യം വരാറുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ 3 വർഷത്തെ പ്രിലിംസ് എക്സാമിന് കൂടുതൽ ചോദിച്ചത്, ഇപ്പൊ നോക്കൂ, ഇപ്പൊ പല്ല് എന്ന് ഞാൻ എടുത്ത് എഴുതി. എന്തുകൊണ്ടാ? പല്ലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒട്ടുമിക്ക എല്ലാ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട തലാമസ്, ഹൈപ്പോതലാമസ്, അങ്ങനത്തെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ കരളിനെ കുറിച്ച് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. സാംക്രമിക രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങളൊക്കെ ചോദിക്കും. നോക്കൂ, പ്രോട്ടോസോവ രോഗങ്ങളൊക്കെ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. അതുപോലെയാണ് വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, ക്ലാസ് കിട്ടില്ല, ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഒരു ചോദ്യം പുറത്തു പോകാത്ത രൂപത്തിലുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട്. അപര്യാപ്ത രോഗങ്ങൾ, അപ്പൊ അത് നിങ്ങൾ പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകള് നോക്കൂ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ഇപ്പൊ തെങ്ങ്, നെല്ല്, പയറ്, വെണ്ട, ഇതിന്റെയൊക്കെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ പേര് പഠിക്കുക, കോഡാക്കി രസകരമായി പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. 10 മാർക്ക് നാച്ചുറൽ സയൻസ് നിങ്ങൾക്ക് കിട്ടും. അതിന് മുഴുവൻ എന്താ പറയുക, മാരത്തോൺ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ വർഷം എടുത്ത യൂട്യൂബിലുണ്ട്, ഞാൻ തന്നെ എടുത്തത്. അപ്പൊ അതൊക്കെ കാണാം. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും, നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ യൂട്യൂബില്. ഫിസിക്കൽ സയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ, അപ്പൊ SCERT ചാപ്റ്റർ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ചിന്തിക്കേണ്ട, അവസാനം പറയാം കേട്ടോ. SCERT ചാപ്റ്റർ അവസാനം പറയാം. ഫിസിക്കൽ സയൻസിലേക്ക് പോയി കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. ഞാനതൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട് 15 ടോപ്പിക്കായിട്ട്. ഇപ്പൊ ദ്രവ്യം സ്ഥിരമായി ചോദിക്കുന്നതാണ്, അളവുകളും യൂണിറ്റുകളും. നമുക്ക് ഏറ്റവും സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് തെറ്റിപ്പോവുക. വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഏതായിരുന്നു അല്ലേ? അതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ എത്ര പഠിച്ചാലും കിട്ടത്തില്ല പിള്ളേർക്ക്. കെമിസ്ട്രി ഒക്കെ ചെറുപ്പത്തിലെ നമ്മൾ പ്രയാസമുള്ളവരാ, അത് നന്നായി പഠിക്കേണ്ടതുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും എടുത്തു ചോദിക്കും. ഒട്ടുമിക്ക എല്ലാ ചോദ്യ പേപ്പറിലും നോക്കൂ, ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് അയിര് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെൻസ്, ദർപ്പണം, ഒട്ടുമിക്ക എല്ലാ പ്രിലിംസിനും വരുന്ന സിമ്പിൾ ചോദ്യങ്ങളാട്ടോ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ആറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ്റം നമ്മൾ പറയാറില്ലേ, JJ തോംസൺ അല്ലെ, റൂദർഫോർഡ്, അങ്ങനെയുള്ള മോഡലുകളൊക്കെ സ്ഥിരം എല്ലാ ഫിലിംസും ചോദിക്കുന്നതാണ്. അപ്പൊ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കെമിസ്ട്രിയും ഫിസിക്സും വെച്ച് നമുക്ക് ഫിസിക്കൽ സയൻസ് പഠിച്ചെടുക്കണം. അപ്പൊ ഇത്രയും ടോപ്പിക് നിങ്ങൾ റാങ്ക് ഫയൽ വെച്ച് വായിക്കുക. ഈ പറഞ്ഞ നാച്ചുറൽ സയൻസ് 20 മാർക്കാണ് രണ്ടും കൂടിയും. അവിടെ SCERT ഏതൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഒരു ഉദാഹരണം പറയാം. 6ാം ക്ലാസ് ആണ് എൻ്റെ ഈ ഭാഗത്ത് കാണുന്നത്, കംപ്ലീറ്റ് 6ാം ക്ലാസ് ആണ്. ഇപ്പുറം കാണുന്നത് 7ാം ക്ലാസ്സും. അപ്പൊ ഈ 6ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ആണ് ആഹാരത്തിലൂടെ ആരോഗ്യം. ഇതിനകത്ത്
ചില വൈറ്റമിൻസിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നത്, ഏതൊക്കെ ഭക്ഷണത്തിൽ കിട്ടുന്നൊക്കെ. കുറച്ച് കാര്യങ്ങൾ 6ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളല്ലേ, കുറച്ച് കാര്യങ്ങളുള്ള ആ ചാപ്റ്റർ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ 6ാം ക്ലാസ്സിലെ കംപ്ലീറ്റ് ചാപ്റ്റർ പഠിക്കാൻ 1 മണിക്കൂർ പോലും വേണ്ട. നിങ്ങളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ഓരോ ചാപ്റ്ററിലും. അപ്പോൾ ഇത് നിങ്ങൾ ഒന്നുകിൽ വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ക്ലാസ്. ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാമിലൂടെ ഞാൻ തന്നെ ക്ലാസ് ഒക്കെ ആയിട്ട് തരും. അതിൻ്റെ നോട്ടും കാര്യങ്ങളും ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് എക്സാം ഒക്കെ തരും. അപ്പോൾ അതുപോലെ 7ാം ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇതൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ 7ാം ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചാപ്റ്റർ കാണാൻ പറ്റും, ഓരോരോ ചാപ്റ്ററിൻ്റെ പേര്. ആ ചാപ്റ്റർ മോക്ക് ടെസ്റ്റ് വരെ നമ്മുടെ യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ആസിഡും ബേസും പഠിക്കേണ്ട ഒരു കുട്ടിക്ക് നമ്മൾ യൂട്യൂബ് ക്ലാസ് എടുത്തിട്ടുണ്ട്. വിളയിക്കാം 100 മിനി ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പ്രകാശം പ്രതിപദിക്കുമ്പോൾ ഈ പറയുന്ന ലെൻസും ദർപ്പണമൊക്കെ പ്രയാസമാകുന്ന ഒരു പഠിക്കുക. മനുഷ്യ ശരീരത്തിലെ ദഹന വ്യവസ്ഥ, പല്ല്, കാര്യങ്ങളൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, യൂട്യൂബ് ചാനൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കാണുക. 8ാം ക്ലാസ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാപ്റ്ററുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററിയിൽ മാർക്ക് സ്കോർ ചെയ്യേണ്ട ചാപ്റ്റർ എടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. ദേശീയ പ്രസ്ഥാനം, കേരളവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ടവരല്ലേ, യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സും 7ാം ക്ലാസ്സൊക്കെ യൂട്യൂബ് ക്ലാസ് നിങ്ങൾ കാണണം മക്കളെ. സയൻസ് ഇനിയും 9ലെയും 10ലെയും ബയോളജിയിലെയും ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും പ്രധാനപ്പെട്ട 2-3 ചാപ്റ്ററുകൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചാപ്റ്ററുകളുണ്ട്. അത് ഞാൻ ക്ലാസ് എടുത്തു തരുന്നതാണ്, അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫിസിക്സും കെമിസ്ട്രി ഉൾപ്പെടെ ബയോളജി ഉൾപ്പെടെയുള്ള 8 മുതൽ 10 വരെയുള്ള ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, ബാക്കി എല്ലാം ഉൾപ്പെടുത്തി. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് മാത്രം ഇവിടെ നിർത്തുകയാണ്. നോക്കൂ, എനിക്കുള്ള ഇനി 3 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു പുസ്തകമുണ്ട്, ഞാൻ പറഞ്ഞു 70ലധികം മാതൃകാ പരീക്ഷകൾ 10th പ്രിലിംസിന് വേണ്ടി ഏറ്റവും ലേറ്റസ്റ്റ് 2026 ഓസ്കാർ അവാർഡ് വരെ ഉൾപ്പെടുത്തിയിട്ട് കറണ്ട് അഫേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ ആളുകൾ നമുക്കൊരു 5 പുസ്തകം നമ്മുടെ ഒരു ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു 50,000 സബ്സ്ക്രൈബർക്ക് ആയ സന്തോഷത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ ഇതിനുത്തരം 3 ചോദ്യങ്ങളാണ്, 3ന്റെ ഉത്തരം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ തൊട്ട് മുമ്പിൽ വേറൊരു വീഡിയോ ചെയ്തിരുന്നു, അതിനകത്തും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് പിക്കർ ഉപയോഗിച്ച് നിങ്ങൾ 5 പേരെ തിരഞ്ഞെടുക്കും. മെയ് 10ാം തീയതി അനൗൺസ് ചെയ്യും. 2026 മെയ് 10ന് ശേഷം കമന്റ് ചെയ്യണ്ടേ, എന്ന് വെച്ചാൽ സമ്മാനം കിട്ടാൻ വേണ്ടി കമന്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, 1945 ജനകീയ പദ്ധതി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ 2ാം ഘട്ട ഹരിത വിപ്ലവം ആരംഭിച്ച കാലഘട്ടം ഏതാണ്? ഇന്ത്യയിൽ 2ാം ഘട്ട ഹരിത വിപ്ലവം ആരംഭിച്ച കാലഘട്ടം. ഈ പുസ്തകം ആവശ്യമുള്ളവർക്ക് ഇതിനകത്ത് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ആ ബുക്ക് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? 3ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേകത പറയട്ടെ, ഈ 3 ചോദ്യങ്ങളും SCERTയിലെ 10ാം ക്ലാസ്സിലെ നമ്മളിപ്പോൾ യൂട്യൂബിൽ എടുത്തു എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിനകത്തുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട SCERT ചാപ്റ്ററിനകത്തുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചോദിച്ചത്. അപ്പോൾ ഇത് 3 നിങ്ങൾ കമന്റ് ചെയ്യണം. പറഞ്ഞു മറക്കണ്ട, ഇങ്ങനത്തെ ചോദ്യങ്ങളും SCERTയും ഈ പറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും എല്ലാം പഠിച്ച് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് പ്രിലിംസ് എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ബാച്ചിനകത്തേക്ക് സ്വാഗതം. ഇതൊരു എന്താ പറയുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ബാച്ച് ഒന്നും ആയിരിക്കില്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. ഒരു കാര്യം ഉറപ്പാണ്, ഒരു മെൻറ്ററായിട്ട് ഫുൾ ടൈം എക്സാമിൻ്റെ തലേ ദിവസം വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. പക്കയായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ജോലി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, അല്ലാത്തവർക്ക് ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഉണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന ഏത് സ്ഥാപനമാണോ അവിടെ തന്നെ പഠിക്കുക, പ്രിലിംസ് ചെയ്ത് അതിനുശേഷം മെയിൻസിന് പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും സാധ്യതയുള്ള കമ്പനി ബോർഡ് ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.